that if I can organize these downtrodden people, 51% of them out of 94, then I can win in a 185 seat and I can form government. പിന്നാക്ക അധസ്ഥിത വിഭാഗങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റുന്ന സമീപനമാണ് ഇത്രയും കാലം CPM ബംഗാളിൽ സ്വീകരിച്ചതെന്ന് പാർട്ടിയുടെ പ്രമുഖ ന്യൂനപക്ഷ മുഖങ്ങളിലൊന്നായിരുന്ന മുല്ല പറഞ്ഞു. CPMന്റെ പ്രാദേശിക ബ്രാഞ്ചുകളിൽ മുസ്ലിങ്ങളെയും ദളിതരെയും ഉൾപ്പെടുത്തുമെങ്കിലും 19 ജില്ലാ കമ്മിറ്റികളിൽ ഒന്നിന്റെ പോലും സെക്രട്ടറി സ്ഥാനത്തേക്ക് മുസ്ലിമോ ദളിതനോ ബംഗാളിൽ പരിഗണിക്കപ്പെടാറില്ല. 74% മുസ്ലിങ്ങളുള്ള മുർഷിദാബാദിൽ പോലും ഭട്ടാചാര്യമാരാണ് നിയമിക്കപ്പെടുന്നത്. ബംഗാളിൽ ദളിതരും മുസ്ലിങ്ങളും ചേർന്നാൽ ജനസംഖ്യയുടെ 94% വരും. ദളിതൻ മുഖ്യമന്ത്രിയും മുസ്ലിം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഉപമുഖ്യമന്ത്രിയും ആവണം എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് മുല്ല ചൂണ്ടിക്കാട്ടി. My working agenda will be that I declared in a convention that my agenda is first agenda to appoint one Dalit chief minister from North Bengal, because North Bengal is suffering. They said them they are the sufferer, and Dalit is also sufferer. And one Muslim will be the deputy chief minister with police department. So Muslim people can get confidence. ഡൽഹിയിലെത്തിയ മുല്ല വെൽഫെയർ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളുമായി ഇന്നലെ സംസാരിച്ചു. 64 ദളിത് സംഘടനകളാണ് അദ്ദേഹത്തിന്റെ പുതിയ മുന്നണിയിൽ അണിചേരുന്നത്. അടിസ്ഥാന വർഗത്തിന്റെ ഈ പുതിയ രാഷ്ട്രീയം അടിത്തറ ഇളക്കുമെന്ന് മുന്നിൽ കണ്ട് CPM മുല്ലക്കെതിരെ ശക്തമായ ബദൽ നീക്കങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. എ റഷീദുദ്ദീൻ, മീഡിയ 1, ന്യൂഡൽഹി.